ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്യൂട്ടി പാജൻറ്റിനെ കുറിച്ചാണ് കേട്ടോ. ബ്യൂട്ടി പാജൻസ് എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ബ്യൂട്ടി പാജൻറ്റ് ഒരുപാട് പ്രധാനമുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ ഈ ബ്യൂട്ടി പാജൻറ്റിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഐശ്വര്യ റായും അതുപോലെ സുഷ്മിത സെന്നും വിശ്വസുന്ദരിയും ലോകസുന്ദരിയൊക്കെ ആയതിനു ശേഷമാണ്. അത് 1994 ഇവർ രണ്ടുപേരും സുഷ്മിത സെൻ വിശ്വസുന്ദരി ആവുന്നത്, മിസ് യൂണിവേഴ്സ് ആവുന്നതും അതുപോലെ തന്നെ ഐശ്വര്യ റായി മിസ് വേൾഡ് ആണ് ലോകസുന്ദരി ആവുന്നതും. ഇത് എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം രസകരമായിട്ടുള്ള ഒരു കഥയാണ്. കാരണം വെച്ചാൽ ഐശ്വര്യ റായി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെയധികം ബ്യൂട്ടിഫുൾ ആണ്. ലോകത്തിൽ തന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള കണ്ണുകളുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത്, അതായത് 94 മുമ്പൊക്കെ, ഒരു 92 ആ കാലഘട്ടത്തിലൊക്കെ ഐശ്വര്യ റായ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു മോഡലായിരുന്നു. ഏറ്റവും ഹൈ ലെവലിലുണ്ടായിരുന്ന ഒരു മോഡൽ ഞാൻ പറയാം. കാരണം അവരുടെ ഒരു ബ്യൂട്ടി അവരെ ഒരുപാട് വലിയ വലിയ ബ്രാൻഡുകളുടെ ഒരു മോഡലാക്കിയിരുന്നു. ഇപ്പോൾ പെപ്സിയുടെ മോഡലായിരുന്നു. അതുപോലെ ഒരുപാട് അവർ മോഡലിംഗ് ചെയ്തിട്ടുണ്ട്. റാം മോഡലിങ്ങിനൊക്കെ ഒരുപാട് പേര് പ്രശസ്തികളാണ്. പ്രത്യേകിച്ച് അവരുടെ ആ ഒരു ബ്യൂട്ടി എല്ലാവരും വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഐശ്വര്യ റായി മിസ് ഇന്ത്യ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സുഷ്മിത സെന്നും ഇതുപോലെ ഐശ്വര്യ റായി പങ്കെടുക്കുന്ന ഈ ഒരു ബ്യൂട്ടി പാജന്റിൽ അവരും പേര് കൊടുത്തിരുന്നു. അപ്പോൾ ഇതിൽ ഐശ്വര്യ റായി ഉണ്ട് എന്നറിഞ്ഞ സുഷ്മിത സെന് ഭയങ്കരമായിട്ട് ടെൻഷനായി. സുഷ്മിത സെൻ അന്ന് 17 വയസ്സുള്ളൂ, പക്ഷേ ഐശ്വര്യ റായിക്ക് 21 വയസ്സുണ്ടായിരുന്നു. സുഷ്മിത സെൻ പറഞ്ഞു, വേണ്ട, ഞാനത് പിൻവലിക്കുകയാണ്. അവർക്ക് എന്തായാലും അവർക്ക് കിട്ടുള്ളൂ. അവരിപ്പോൾ ആര് മത്സരിച്ചാലും അവർക്ക് തന്നെ കിട്ടാൻ വഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിൽ മത്സരിക്കുന്നില്ല, പിന്നോട്ട് എടുക്കുക എന്നുള്ള രീതിയിൽ അവരെന്ന് വെച്ചാൽ ആപ്ലിക്കേഷനൊക്കെ പിൻവലിച്ചു. അങ്ങനെ അത് വീട്ടിൽ ചെന്നപ്പോൾ ഒരു അമ്മോട് പറഞ്ഞു, അമ്മ ഞാനിങ്ങനെ പിൻവലിച്ചു. അത് സുഷ്മിത സെൻ മാത്രമല്ല കേട്ടോ, അന്ന് ഒരുപാട് കണ്ടസ്റ്റൻസ് ഈ അവർ ആപ്ലിക്കേഷൻ പിൻവലിച്ചതായിട്ടാണ് അന്നത്തെ ഒരു വാർത്ത. എല്ലാവരും പറഞ്ഞു കേട്ടത് അങ്ങനെയാണ്. അപ്പോൾ സുഷ്മിത സെൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അമ്മ ഞാനിത് പിൻവലിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ പിൻവലിക്കാൻ പാടില്ല, കാരണം ഐശ്വര്യ റായി ആണുള്ളത്. അപ്പോൾ നിനക്ക് അവരുമായിട്ട് ഇതൊരു കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇതൊരു നല്ല രീതിയിൽ നീ എടുക്കുക. ഐശ്വര്യമായിട്ട് നീ മത്സരിച്ചിട്ട് നീ തോൽക്കണമെങ്കിൽ തോൽക്കട്ടെ, വിജയിക്കുകയാണെങ്കിലോ എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നുള്ള രീതിയിൽ അമ്മ അവർ ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മയുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് സുഷ്മിത സെന് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ്. പക്ഷെ സുഷ്മിത സെൻ പറഞ്ഞു, ഞാൻ അതിന് മുമ്പ് ഒരു റാമ്പ് വാക്കൊന്നും ചെയ്തിട്ടില്ല, ഞാനൊരു മോഡലല്ല, പക്ഷേ ഒരു ആഗ്രഹം കൊണ്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ അമ്മയുടെ ഈ ഒരു എന്താ സപ്പോർട്ടൊക്കെ കണ്ടപ്പോൾ സുഷ്മിത സെൻ വീണ്ടും അപ്ലൈ ചെയ്യും. അങ്ങനെ ആ കോമ്പറ്റീഷൻ്റെ ശരിക്കും സുഷ്മിത സെനാണ് മിസ് ഇന്ത്യ ആയത്, ഫെമിന മിസ് ഇന്ത്യ. അന്നത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിന മിസ് ഇന്ത്യയിൽ ഫസ്റ്റ് ആവുന്ന, അതായത് മിസ് ഇന്ത്യ ആവുന്ന ആളാണ് മിസ് യൂണിവേഴ്സിന് പോകുന്നതും, സെക്കൻഡ് ആവുന്ന ആളാണ് മിസ് വേൾഡിന് പോകുന്നതും, അത് തേർഡ് ആവുന്ന ആളാണ് മിസ് ഏഷ്യ പസഫിക് എന്ന് പറഞ്ഞാൽ ഇതിന് പോകുന്നത്. അപ്പോൾ ഇതിൽ സുഷ്മിത സെൻ മിസ് ഇന്ത്യയിലൂടെ മിസ് യൂണിവേഴ്സിലേക്ക് പോയി, അതുപോലെ ഐശ്വര്യ റായ് മിസ് വേൾഡിലോട്ടും പോവാണ്. ഈ രണ്ടു പേർക്കും 1994 ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവർ മത്സരിക്കുകയും ഇന്ത്യയിലേക്ക് ലോക കിരീടങ്ങൾ അവർ കൊണ്ടുവരികയും ചെയ്തു. ഒരാൾ വിശ്വസുന്ദരിയാവുകയും ചെയ്തു, ഒരാൾ ലോകസുന്ദരിയാവുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യ ഈ ഒരു കോമ്പറ്റീഷനിൽ, മൊത്തം ഇന്ത്യക്കാരും ഈ ഒരു കോമ്പറ്റീഷനിൽ ഇത്രയധികം ശ്രദ്ധിക്കാനും പിന്നീട് അങ്ങോട്ട് പല മോഡലുകളും മിസ് ഇന്ത്യ ആവാനും അതുപോലെ തന്നെ മിസ് യൂണിവേഴ്സ് ആവാനും മിസ് വേൾഡ് ആവാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് തുടങ്ങിയത്. പക്ഷെ ഇതിനേക്കാൾ രസകരമായ ഒരു കാര്യം കേട്ടോ, ഒരുപാട് മോഡലുകൾ ഇവരേക്കാളും മുമ്പ് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ജനങ്ങൾക്ക് ഇതിൽ അത്ര വലിയ ഒരു ശ്രദ്ധ ഒന്നും ഉണ്ടായിരുന്നെങ്കിലും ഒരുപാട് മോഡലുകൾ അവർക്ക് മിസ് വേൾഡിലും മിസ് യൂണിവേഴ്സ് ആവണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അവർ പങ്കെടുത്തിട്ടുണ്ട്. അവർ പലരും തന്നെ പല റൗണ്ടുകൾ മുന്നിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ അവർക്ക് വിജയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ്. ഐശ്വര്യ റായ്ക്ക് മുമ്പ് റീത്ത ഫാരിയ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി, ഒരു ഡോക്ടറാണ് അവർ ഈ കോമ്പറ്റീഷൻ മിസ് വേൾഡ് എന്നുള്ള ഒരു ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ സുഷ്മിത സെൻ്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. മിസ് യൂണിവേഴ്സ് ഇന്ത്യയിലോട്ട് ആദ്യമായിട്ട് വന്നിട്ടില്ലായിരുന്നു. മിസ് യൂണിവേഴ്സ് ആദ്യമായിട്ടാണ് സുഷ്മിത സെനിലൂടെ ഇന്ത്യയിലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ സുഷ്മിത സെന് കുറച്ചും കൂടെ ഐശ്വര്യ എടുത്ത കപ്പിനേക്കാളും കുറച്ചും കൂടെ ഒരു തൂക്കം കൂടുതലാണ്. കാരണം ആദ്യമായിട്ടല്ലേ മിസ് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഇന്ത്യയിലോട്ട് വരുന്നത്. ഐശ്വര്യയുടെ എന്ത് ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, അവരതിനെ എങ്ങനെ മറുപടി കൊടുത്തിട്ടുള്ളത്, പിന്നെ അവർക്ക് ആ ഒരു ക്രൗണിങ് മൊമെന്റ് ഉണ്ടല്ലോ, അവർക്ക് ആ ഒരു ക്രൗൺ വെച്ചതും അവരുടെ സന്തോഷം, അതിന്റെ ആ ഒരു വീഡിയോ ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. And she has selected Catherine Kelly Lang. What
qualities should Miss World 1994 embody? The Miss Worlds that we have had up to date have been proof enough that they have had compassion for the underprivileged, not only the people who have status and stature, who can look beyond the barriers that man has set up for ourselves of nationality, color. We have to look beyond that, and that will make a true Miss World, a true person, a real person. Thank you. And Miss World 1994 is Miss India. ഐശ്വര്യ എന്ത് ഹാപ്പി ആയിട്ടാണ് അല്ലേ? അതെന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഒരുപാട് വർഷത്തിന് ശേഷമാണ് മിസ് വേൾഡ് കിട്ടുന്നത്. അപ്പോൾ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് നമുക്ക് എല്ലാ ഇന്ത്യക്കാർക്കും. ആ സമയത്ത് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അത്. ഇത് നമുക്ക് സുഷ്മിത സെന്നിൻ്റെ ഇത് പാജൻ്റായിട്ടൊന്ന് പോകാം. അതും 1994 അവർ സുഷ്മിത സെന്നോട് എന്ത് ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്, അതിന് അവർ എന്ത് മറുപടി കൊടുത്തു, പിന്നെ അവരുടെ ക്രൗണിങ് മൊമെൻറ്റ്, അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ സുഷ്മിത സെൻ കൊടുത്ത ഈ മറുപടി ഉണ്ടല്ലോ, ഈ മറുപടി മിസ് യൂണിവേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല മറുപടി എന്ന രീതിയിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മറുപടിയാണ്. ഭയങ്കര ക്രൂക്കഡായിട്ടുള്ള ഭയങ്കര ഡിഫിക്കൽട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. അതിനവർ എത്ര നിമിഷ നേരം കൊണ്ടാണ് അവർ ആലോചിച്ച് ഒരു മറുപടി കൊടുത്തിട്ടുള്ളത്. അത് 3 പേരോടും ഒരേ ചോദ്യമാണ് ചോദിച്ചത്. അതിൽ ഏറ്റവും നന്നായിട്ട് മറുപടി പറഞ്ഞത് സുഷ്മിത സെന്നാണ്. അങ്ങനെയാണ് സുഷ്മിത സെന്നിന് മിസ് യൂണിവേഴ്സ് പട്ടം കിട്ടുന്നത്. ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ആ മിസ് യൂണിവേഴ്സ് പട്ടം വരുന്നത്. അപ്പോൾ വെറുതെ ഒന്നുമല്ല, അവർ സൗന്ദര്യം കൊണ്ട് മാത്രമൊന്നുമല്ല, അവർ ആ ഒരു ഷോയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഞാനൊക്കെ അത് ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാണ്. അവരുടെ ആ ഒരു കോമ്പറ്റീഷനൊക്കെ നമുക്ക് ലൈവായിട്ടൊക്കെ അന്ന് ദൂരദർശനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവർ ഓരോ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കുന്നതും അവരൊരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ പറയില്ലേ, ഒരു ഓറ എന്ന് പറയില്ലേ, അതൊക്കെ സുഷ്മിത സെന്നുണ്ടായിരുന്നു. അവർ ലാസ്റ്റ് ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി അത് കൂടെ കൊടുത്തതോടുകൂടി ഉറപ്പിച്ചിരുന്നു ഇന്ത്യ തന്നെയായിരിക്കും മിസ് യൂണിവേഴ്സ് ആണ് പോകുന്നത്. അത് നമുക്ക് കണ്ടിട്ട് വരാം. What for you is the essence of being a woman? I think being a woman by itself, the very fact that you're a woman is a gift of God, which all of us must appreciate. The origin of a child is a mother and is a woman. And a woman is the one who shares love and who shares and shows the man what love, caring, sharing is all about. That is the sense of a woman. That is Miss. The second runner-up is Miss Venezuela, Menorca Mercado. The first runner-up is Miss Colombia. That means Sushmita Sen, Miss India. You are the new Miss Universe 1994. സുഷ്മിത സെൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വളരെ രസകരമാണ് കേട്ടോ. അവർ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അതുപോലെ അവരെ ഓരോ ചോദ്യങ്ങൾ അവർ ഇപ്പോഴും അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ കൊടുക്കുന്ന മറുപടി വളരെ ക്ലിയർ ആയിട്ടാണ് അവർ കൊടുക്കുക. അത്രയ്ക്കും ബോൾഡായിട്ടുള്ള ആൻസേഴ്സാണ്. അതേപോലെ ഒരാൾ തന്നെയാണ് പ്രിയങ്ക ചോപ്രയൊക്കെ. അവരുടെ എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് മറുപടി അത്രയും രസകരമായിട്ട് കൊടുക്കുക. അതൊക്കെയാണ് ഒരു വിന്നർ എന്ന് വേണ്ട എല്ലാ ക്വാളിറ്റിയും കൂടി തന്നെയാണ് അവർ ആ കോമ്പറ്റീഷന് പോയിട്ടുള്ളതും അവരെല്ലാവരും വിൻ ചെയ്തിട്ടുള്ളതും. ഐശ്വര്യ ആയിക്കോട്ടെ, പ്രിയങ്ക ചോപ്ര ആയിക്കോട്ടെ, അതുപോലെ തന്നെ സുഷ്മിത സെൻ, ലാറ ദത്ത, പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും നല്ല മറുപടികളാണ് കൊടുത്തിട്ടുള്ളത്. ലാറ ദത്തയുടെ ഒരു സ്കോർ ഇന്നേ വരെ ആർക്കും തകർക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. അവരിപ്പോഴും മിസ് യൂണിവേഴ്സ് ചരിത്രത്തിൽ തന്നെ അവർ ഒരുപാട് പോയിന്റ് നേടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റും കൂടിയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സുഷ്മിത സെൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. സുഷ്മിത സെൻ അവരുടെ ഈ ഒരു പേജിന് ശേഷം അക്ഷയ് കുമാറിൻ്റെ വൈഫുണ്ട് ട്വിങ്കിൾ ഖന്ന, അവർക്ക് ഒരു ഇൻ്റർവ്യൂ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിൽ അവർ സുഷ്മിത സെന്നോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് അവർ പറയുന്നത് രസകരമാണ്. ആ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. And you won't believe when Venezuela walked away and just Colombia and I stood together, that memory of me winning it and her hands going up in the air like that, as if she had won. That taught me tremendous grace. It showed me generosity of spirit. Oh my God, and that someone like me needed the crown to know that grace. She didn't need it. She had it. ഒരു സുഷ്മിത സെൻ്റെ കാര്യം, അതിൽ ഐശ്വര്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മളൊരു കാര്യം നമുക്ക് ലൈഫിൽ പഠിക്കാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്കിപ്പോൾ മുൻകൂട്ടി നമ്മൾ ഒരു ഇൻഹിബിഷൻ നമ്മൾ തോൽക്കും എന്നാൽ കരുതിയിട്ട് ഒരു കാര്യത്തിൽ നമ്മൾ പിന്മാറുകയാണെങ്കിൽ നമുക്കൊരു സക്സസ് ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് എന്ന് പറഞ്ഞാൽ പിന്മാറിക്കൊണ്ടേ നമ്മൾ ഇരിക്കേണ്ടി വരും. ഇപ്പോൾ സുഷ്മിത സെൻ ഇതുപോലെ പിന്മാറിയിട്ട് അവരെ അമ്മ അവരെ സപ്പോർട്ട് ചെയ്തവർ വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു? ചിലപ്പോൾ അടുത്ത വർഷം അവർ വന്നിട്ട് ചിലപ്പോൾ അവർക്ക് ഈ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് വിജയിക്കണമെന്നില്ല, അല്ലെങ്കിൽ അവർക്ക് മിസ് ഇന്ത്യ തന്നെ ആവണമെന്നില്ല, പിന്നെ മിസ് യൂണിവേഴ്സിലേക്ക് പോകേണ്ട ഒരു കാര്യം തന്നെ ഇല്ലല്ലോ. ചിലപ്പോൾ അതൊക്കെ മാറും പറഞ്ഞു. പക്ഷെ അവർ ആ ഒരു ഇയർ വന്നു, അവരതിൽ മത്സരിച്ചു, അവരോട് ആ ഒരു ചോദ്യം ചോദിച്ചു. അത് ഐശ്വര്യയെക്കാളും നന്നായിട്ട് അവർ ആൻസർ കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഐശ്വര്യയെക്കാളും ബെറ്റർ കണ്ടസ്റ്റൻ്റ് സുഷ്മിത സെൻ എന്നുള്ള രീതിയിൽ അവർക്ക് മിസ് ഇന്ത്യ എന്നുള്ള പട്ടം നേടിയെടുക്കുകയും ചെയ്തു. അപ്പോൾ പേടിച്ചുകൊണ്ട് നമ്മൾ മുന്നിലോട്ടും പുറകിലോട്ടും പോകരുത്, നമ്മൾ മുന്നോട്ട് തന്നെ പോവുക എന്നുള്ളതാണ് സുഷ്മിത സെൻ്റെ ഒരു ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സന്ദേശമാണെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഒരു വീഡിയോയിൽ മറ്റു രസകരമായിട്ടുള്ള ബ്യൂട്ടി പേജൻ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വരാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ.